രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, ഇപ്പോൾ ഈ പിതാവ് പറയുന്നത് കതിർ മണ്ഡപത്തിലേക്ക് ഇയാൾ താലി കെട്ടാൻ എത്തുമ്പോൾ ഈ സതീഷ് മദ്യപിച്ചിട്ടാണ് എത്തിയത് എന്നുള്ളതാണ്. അവിടെ മുതൽ തുടങ്ങിയതാണ് മകളുടെ ആ ഒരു വേദനയും പീഡനവും. രാജ്കുമാർ. അതെ, വിവാഹ പന്തലിലേക്ക് വന്നതേ മദ്യപിച്ചിട്ട്. തന്റെ മകളെ താലി കെട്ടാൻ നേരത്ത് അയാൾ മദ്യലഹരിയായിരുന്നു. പിന്നെ എങ്ങനെയാണ് അയാൾ നേരെയാവുന്നത്? അയാൾ പുറത്ത് മാധ്യമങ്ങളോട് ഷാർജയിൽ വെച്ച് പ്രതികരിച്ചതെല്ലാം പച്ചക്കള്ളം. അയാൾ ഒരു തികഞ്ഞ മദ്യപാനിയാണ്. ഒരു മകളുണ്ട് എന്നൊരു ഓർമ്മയില്ല. ആ ഭാര്യയോടും മകളോടും യാതൊരുവിധ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു. മനുഷ്യനല്ലേ, പക്ഷെ ഒരിക്കലും അയാൾ മാറിയില്ല. ഒരു ഘട്ടത്തിലും അയാൾ മാറിയില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ സതീഷ് പറഞ്ഞത്. ഒരിക്കലും ഇയാളെ വിശ്വസിക്കാനാകില്ല. എന്തായാലും കേരള പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ തന്റെ പരാതിയിൽ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഡിജിറ്റൽ തെളിവുകൾ, ശാസ്ത്രീയ തെളിവുകൾ മുഴുവനും ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. അത് മാധ്യമങ്ങൾ തന്നെ, കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തന്നെ അത് പുറത്തു വിടുന്നുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ അത് അന്വേഷണം കൃത്യമായി തന്നെ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്ത്യൻ എംബസിയെയും അതുപോലെ നോർക്ക റൂട്ട്സിനെയും ഞാൻ സമീപിച്ചിട്ടുണ്ട്. മകളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഫോറൻസിക് ഉൾപ്പെടെയുള്ള പരിശോധനകൾ അവശേഷിക്കുന്നതിനാൽ അത് കഴിഞ്ഞേ വരൂ. അത് എപ്പോഴാണ് തന്റെ മകളെ നാട്ടിലേക്ക് കൊണ്ടുവരാനാകുമെന്ന് തനിക്ക് പറയാൻ കഴിയുന്നില്ലെന്നും ആ പിതാവ് വ്യക്തതയോടുകൂടി പറഞ്ഞു. ഷമ്മി. രാജ്കുമാർ, ഈ പിതാവ് ഇപ്പോൾ ഈ വിലപിക്കുന്നത് മകൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. ആ മകൾ ജീവിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒന്ന് ഇടപെടാനും ആ മകൾക്കൊരു ധൈര്യം കൊടുത്ത് ആ ഒരു മദ്യപാനിയുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കാനും ഒന്നും ഈ പിതാവിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പലവട്ടം ശ്രമിച്ചു. അതായത് വിവാഹം കഴിഞ്ഞ് 11 വർഷമായി. ഒന്നും രണ്ടും അല്ല, 11 വർഷമായിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ആദ്യ കുഞ്ഞായപ്പോൾ തന്നെ ഈ ആദ്യത്തെ ഇപ്പോഴുള്ള ഈ മകളെ അതിന്റെ ഒരു വിവാഹം കഴിഞ്ഞ് 2-3 വർഷമായപ്പോൾ തന്നെ. രാജ്കുമാർ, ഒരു നിമിഷം ആ പിതാവിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. കല്യാണ പന്തലിൽ മദ്യവെച്ചിട്ട് കയറിയവനാണ്. എൻ്റെ മകളെ താലി കെട്ടാൻ നേരത്ത് മദ്യവെച്ചിട്ടാണ് കതിർ മണ്ഡപത്തിൽ കയറിയത്. പിന്നെ ഇനി അവന് മദ്യപാനത്തെ പറ്റി പറയണം? പിന്നെ അത് അങ്ങനെയല്ലേ, അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അങ്ങനെ ഇരുത്താൻ എത്രയോ പ്രാവശ്യം ചമ്പിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം. മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. മനുഷ്യനല്ലേ, മാറാമല്ലോ. എംബസി മുഖാന്തരവും പിന്നെ നോർക്കയുടെ റൂട്ട് മുഖാന്തരം നമ്മൾ നോക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ അവിടെ അനിയത്തി ഉണ്ടല്ലോ, അനിയത്തിയും ഹസ്ബൻഡും ഉണ്ടല്ലോ. അപ്പോൾ അവരതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. രാജ്കുമാർ തുടരുകയാണ്. രാജ്കുമാർ, ഇത് തന്നെയാണ് നമ്മളുടെ മലയാളി കുടുംബങ്ങളുടെ ഒരു പരമാവധി അവരുടെ ഒരു ക്ഷമ, അല്ലെങ്കിൽ ഇത്തരം കാത്തിരിപ്പ് നന്നാവുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അവിടെ കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം മകളുടെ ജീവനായിരിക്കും. ഇപ്പോൾ എത്രയോ കേസുകൾ നമ്മൾ ഇതുപോലെ കാണുന്നു. ഒരു വിവാഹം വേണ്ടെന്ന് വെച്ച് ആ മകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് അഭിമാനക്ഷതമായി കാണുന്ന രക്ഷിതാക്കളാണ് ഇത്തരം കൂട്ടിയോജിപ്പുകളുടെ പ്രധാന കാരണക്കാരൻ, ഈ ജീവനുകൾ നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണം. രാജ്കുമാർ. ഉറപ്പായും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പൂർത്തീകരിക്കാം. 11 വർഷമായി. തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്നും ഇവർ ഇടപെട്ടു. അന്നും ഈ തുടക്ക സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങളായപ്പോൾ ഡൈവോഴ്സിന്റെ വക്കിലെത്തി. അത് പരാതികളായി. ആ പരാതി കോടതിയുടെ വരാന്തയിൽ വരെ എത്തിയതാണ്. പിന്നീട് 2 കുടുംബങ്ങളും ഒരു പെൺകുട്ടിയാണ് മകളായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ജീവിതം ഭദ്രമാകണം, ഇങ്ങനെ പിരിയാൻ പാടില്ല, ആ കുഞ്ഞു മനസ്സ് വേദനിക്കുമെന്നുള്ള കൗൺസിലിംഗ് നൽകിയവർ ഉൾപ്പെടെയുള്ളവരുടെ അത് രണ്ട് വീട്ടുകാരും തമ്മിലുള്ള ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ ഇയാൾ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇവർ വീണ്ടും ജീവിതത്തിൽ ഒന്നായത്. പക്ഷെ അപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി മാത്രം പോയിരുന്ന അയാൾ ഏറ്റവും ഒടുവിൽ ഇയാൾ വീണ്ടും ആ ഇതിന് അടിമയായി മാറി. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ സ്വഭാവം മുഴുവനും മാറും. മകളെ സ്ഥിരമായി ആക്രമിക്കുന്ന പതിവായി മാറി. പക്ഷെ മകൾ ഇതെല്ലാം മറച്ചു വെക്കുകയായിരുന്നു. വീട്ടിൽ രക്ഷകർത്താക്കൾ വേദനിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതി മറച്ചു വെച്ചു. പക്ഷെ ഇക്കാര്യങ്ങളെല്ലാം സുഹൃത്തുക്കളോട് പറയുന്ന ഇതിന്റെ ശബ്ദരേഖ നമ്മുടെ പക്കൽ തന്നെ ഉണ്ട്. സുഹൃത്തുക്കളോട് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഇട്ടിട്ട് വരാൻ കഴിയില്ലല്ലോ, ഞാൻ നാട്ടിലേക്ക് വന്നാൽ എന്റെ മകളെ ഞാൻ എങ്ങനെ വളർത്തും, എനിക്ക് എന്റെ മകളെ ജീവിതം എനിക്ക് നോക്കണം എന്നെല്ലാം പറയുന്ന ആ അതുല്യയുടെ വാക്കുകൾ, ആ ഏതൊരു അമ്മയുടെയും ഒരു ആശങ്കയാണ് ആ അതുല്യയും രേഖപ്പെടുത്തിയത്.
ഈ സംഭവം നടക്കുന്നതിന്റെ ആ പിറ്റേ ദിവസം, അതായത് ഈ മരിക്കുന്നതിന്റെ പിറ്റേ ദിവസം അതുല്യക്ക് ജോലി കിട്ടിയ ആ ജോലിയിൽ കയറേണ്ടതായിരുന്നു. മരിക്കുന്ന ദിവസം അതുല്യയുടെ പിറന്നാളും, ആ പിറന്നാൾ ദിവസം തന്നെയാണ് അതുല്യക്ക് മരണം സംഭവിച്ചതെന്നുള്ളത് മറ്റൊരു വസ്തുത. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.